General compartment. 21st general compartment. ഈ വീഡിയോ എന്ന് പറയുന്നത് ഇഷയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. കാരണം ഇതിൽ നമ്മൾ അക്കോമഡേഷൻ, നമ്മൾ താമസിച്ച ഹോട്ടലിൻ്റെ പേര്, കാര്യങ്ങൾ, എത്ര ദിവസം എടുക്കും, എന്തൊക്കെയാണ് കാണാനുള്ളത്, എത്രയാണ് എക്സ്പെൻസ്, ഫുഡിൻ്റെ കാര്യങ്ങൾ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉള്ളത്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. എന്നിട്ട് നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ഇടുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ എങ്ങനെ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ട്രെയിൻ നമ്മൾ ആലുവയിൽ നിന്നാണ് കയറുന്നത്. 11:30 രാവിലെ 11:30ക്ക് നമ്മൾ കയറിയിട്ട് 4 മണിക്ക് നമ്മൾ കോയമ്പത്തൂർ എത്തുന്ന രീതിയിലായിരുന്നു നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ നമ്മൾ പോകാൻ നേരത്ത് പൊതിച്ചോറൊക്കെ ആയിട്ടാണ് പോയത്. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പൊതിച്ചോറൊക്കെ ട്രെയിനിൽ നിന്ന് കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് നമ്മൾ ഫുഡായിട്ടൊക്കെ പോയത്. പിന്നീട് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനും ശ്രീയും അങ്ങനെ ഒരുമിച്ച് ഈ ട്രെയിൻ യാത്രയോ ബസ് യാത്രയോ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്കൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആവുമല്ലോ എന്നും കൂടി ഓർത്തിട്ടാണ് നമ്മൾ ഈ ഒരു വേ ചൂസ് ചെയ്തത്. കാരണം നമ്മളിപ്പോൾ നമ്മൾ ഇഷ മാത്രമല്ല കവർ ചെയ്തത്, കുറേ സ്ഥലങ്ങളും കൂടി കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ ഇഷയെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി ഇനിയൊരു വീഡിയോയും കൂടെ ഞാൻ ഇടുന്നതായിരിക്കും. അതിൽ ബാക്കി കോയമ്പത്തൂർ പോയാൽ എന്തൊക്കെ കാണാൻ പറ്റും, നിങ്ങൾക്ക് എങ്ങനെയൊക്കെ കവർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞങ്ങൾ കോയമ്പത്തൂർ ഒരു 4 മണിയായപ്പോൾ നമ്മളെത്തി. നമ്മൾ ആലുവയിൽ പൂക്കളത്തോടുകൂടി നമ്മളെ വരവേറ്റ റെയിൽവേ സ്റ്റേഷനാണെങ്കിൽ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണത്തിൻ്റെ സെലിബ്രേഷൻ നടക്കുകയായിരുന്നു. അപ്പോൾ അവർ കൊട്ടും കുരവയൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. കാരണം നല്ലൊരു പോസിറ്റീവ് ഫീലാണ് നമുക്ക് ഉണ്ടായത്. കയറിയപ്പോഴും ഇറങ്ങുമ്പോഴും നല്ലൊരു സൈൻ. അങ്ങനെ ഇതാണ് കേട്ടോ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഭാഗം. നമ്മൾ അവിടെ നിന്നൊരു ഓട്ടോ എടുത്തിട്ടാണ് നമ്മൾ ഇഷയിലേക്ക് വന്നത്. വേറൊന്നും കൊണ്ടല്ല ഓട്ടോ എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അന്നേ ദിവസം ഹോട്ടലിൽ വന്നിട്ട് ബാഗും വെച്ചതിന് ശേഷം നമ്മൾ അതേ ഓട്ടോയിൽ ഇഷയിലേക്ക് എത്തി. അവിടെ നമുക്ക് ലൈറ്റ് ഷോ കാണണമായിരുന്നു. അത് മിസ് ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം നമ്മൾ നാളെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വൈകുന്നേരത്തെ ലൈറ്റ് ഷോ മിസ്സാവും. അതുകൊണ്ട് നമ്മൾ 11:30ക്ക് വന്ന് നമ്മുടെ സമയം പാഴാക്കാതെ അതേ ദിവസം തന്നെ രാത്രിയിൽ നമ്മൾ ലൈറ്റ് ഷോ കാണാൻ പോയി. അപ്പോൾ ഇതാണ് കേട്ടോ വ്യൂ വരുന്നത്. ആക്ച്വലി ഈ വ്യൂ ഞാൻ ഓടിച്ചു പോയതാണ്. ഞാൻ ഇതിൻ്റെ ഒരു വിഷ്വൽ ഞാൻ ഉടനെ തന്നെ വെക്കുന്നുണ്ട്. അതായത് പിറ്റേന്ന് ദിവസം മോർണിംഗിന് വന്ന ഒരു വിഷ്വൽ ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, വളരെ ഓപ്പൺ ആയിട്ടുള്ള തുറസായിട്ടൊരു സ്ഥലം, ഏക്കർ കണക്കിന് കിടക്കുന്നത്. അവിടെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ. ഈവൻ ബാത്റൂംസ് ആയാലും എല്ലാം ക്ലീനാണ്. അടിപൊളി പാർക്കിങ്, നല്ല ആൾക്കാർ, നല്ല ഒരു സെക്യൂരിറ്റി സിസ്റ്റം, എല്ലാം പറഞ്ഞു തരാൻ ആൾക്കാരുണ്ട്. വോളണ്ടിയേഴ്സ് ആയാലും എല്ലാം അടിപൊളിയാണ്. പിന്നെ ഇൻഫർമേഷൻ സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഉള്ള സംശയങ്ങളെല്ലാം ചോദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. അങ്ങനെ അടിപൊളിയാണ്. പിന്നെ ഇഷ നിൽക്കുന്ന ഈ തുറസായ സ്ഥലം ചുറ്റും കവർ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മലകൾ കൊണ്ടിട്ടാണ്. അപ്പോൾ മലകളുടെ നടുക്ക് ഈ തുറസായ സ്ഥലം, അതിന് നടുക്ക് വലിയൊരു ശിവൻ്റെ സ്റ്റാച്യു, പിന്നെ തണുത്ത ഭയങ്കരമായിട്ടുള്ള കാറ്റും. ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആംബിയൻസാണ്. നിങ്ങൾ ഒരു ടൈമെങ്കിലും ഈ സ്പിരിച്വാലിറ്റിയൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് ഫാമിലിയായിട്ട് ഒന്ന് വരണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ബെസ്റ്റ് പ്ലേസ് ആട്ടോ. നിങ്ങൾക്ക് ഭയങ്കര കാം ആൻഡ് ക്വയറ്റായിട്ട് അടിപൊളിയായിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ വന്നിട്ട് നേരെ എന്ത് ചെയ്തു, നമ്മൾ ടയേർഡായിരുന്നു. അപ്പോൾ നേരെ സ്റ്റാച്യു ഒന്ന് കണ്ടു. പക്ഷേ അടുത്ത് പോയി കാണുന്നതിന് മുമ്പ് നമ്മൾ ആ ക്ഷീണം അകറ്റാൻ വേണ്ടി അതിനകത്ത് നിന്ന് തന്നെ ഒരു ചായയും പിന്നെ ഒരു പപ്സും ഒക്കെ കഴിച്ചു. എൻ്റെ ശ്രീയുടെ ഫ്രണ്ട് പറഞ്ഞു ഇതിനകത്തൊക്കെ ഭയങ്കര കോസ്റ്റാണ്. അൺഫോർച്ചുനേറ്റ്ലി അല്ല. സെയിം നമ്മുടെ പുറത്ത് എത്രയാണോ വരുന്നത് ആ സെയിം കോസ്റ്റ് തന്നെയാണ് ഇഷയ്ക്കകത്തും വരിക. അത് കഴിഞ്ഞ് നമ്മൾ ഈ കാളക്കുട്ടന്മാരെ കണ്ടു കേട്ടോ. അടിപൊളിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. നല്ല ഫുഡൊക്കെ കൊടുത്ത് ഭയങ്കര ആരോഗ്യമായിട്ട്. ഞാനങ്ങനെ പറയുന്നത് വെച്ചാൽ നല്ല ഭംഗിയാണ് കാണാൻ. നല്ല സൈസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവരെ ഫീഡ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ 50 റുപ്പീസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു പ്ലേറ്റിൽ 2 ബോളായിട്ട് കിട്ടും. അത് നമ്മൾ ഫീഡ് ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, നേരെ നമ്മുടെ ശിവൻ്റെ സ്റ്റാച്യുവിലേക്ക് പോയി. എനിക്ക് എത്രത്തോളം വീഡിയോ എടുത്താലും മതി വരാതിരിക്കുമായിരുന്നു. പിന്നീട് വേറൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ വീക്കെൻഡ്സിൽ വരാതെ വീക്ക് ഡേയ്സിൽ വരിക. അതേപോലെ ഞങ്ങൾ ചൂസ് ചെയ്ത ടൈം ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലൈമറ്റിലുണ്ടാവുന്ന, അതായത് ഈ അമിതമായിട്ടുള്ള ചൂട് കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ആംബിയൻസും ഇതുമെല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈവനിങ് ഒരു 5:30, 6 o'clock എത്തുന്ന രീതിയിൽ നിങ്ങൾ എന്തായാലും വരിക.
ഈ കാണുന്ന ക്രൗഡെല്ലാം തന്നെ ലൈറ്റ് ഷോയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. ഞങ്ങളും അതിയായി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ലൈറ്റ് ഷോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ലൈറ്റ് ഷോ തുടങ്ങുന്നത് 7:30ക്കാണ് തുടങ്ങുന്നത്. 7:30ക്ക് തുടങ്ങി 8 മണി വരെയാണ് ലൈറ്റ് ഷോ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ ലൈറ്റ് ഷോ കാണാൻ വേണ്ടി ഇരിക്കുന്നതിന് മുമ്പ് പാനിപൂരിയും പിന്നെ മസാല ചാട്ടുമൊക്കെ വാങ്ങി അതിങ്ങനെ അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാണാൻ വേണ്ടി. അതെന്തായാലും ഞാനൊരു കുറച്ച് പോർഷൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ. Years ago, a being appeared in the upper regions of Himalayas. No one knew who he was, where he came from. The origins of this spectacular being were unknown. When his ecstasy allowed him some movement, he danced wildly. അങ്ങനെ നമ്മൾ ലൈറ്റ് ഷോ ഒക്കെ കണ്ട് ഭയങ്കര അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഇറങ്ങി. നിങ്ങൾക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും വൺസ് അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി വന്നപ്പോൾ ഇതേപോലുള്ള ചെറിയ ചെറിയ ഷോപ്പുകൾ ഇഷയ്ക്കകത്ത് തന്നെ ഉണ്ട്. ഈ പെൻഡൻറ്റ് കാര്യങ്ങൾ നമ്മൾ ഈ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ കാണുന്ന അതേ ഇതുപോലെ തന്നെ ഇഷ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഐറ്റംസ് അവിടെ ഉണ്ട്. നമുക്ക് ചെറിയ എമൗണ്ട് തൊട്ട് വലിയ എമൗണ്ട് വരെയുള്ള സാധനങ്ങൾ അവൈലബിൾ ആണ്. നമുക്ക് എത്രയാണോ ബഡ്ജറ്റ് എഴുതുന്നത് അത് വാങ്ങിക്കാം. നമുക്ക് തിരിച്ചു പോരാം. എന്തെങ്കിലും ചെറിയൊരു സാധനമെങ്കിലും വാങ്ങിക്കാൻ അവിടെ നിന്ന് പറ്റും. അതിനുശേഷം നമ്മൾ നേരെ ഹോട്ടലിലേക്ക് എത്തി. നമ്മൾ ഓട്ടോ വിളിച്ച് തന്നെയാണ് തിരിച്ചു വന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം വരുന്നത്. 2 പേർക്ക് സുഖമായിട്ട് നിൽക്കാൻ പറ്റുന്ന നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. എനിക്ക് തോന്നുന്നു ആ ഏരിയയിൽ ഏറ്റവും നല്ല ഒരു പ്രോപ്പർട്ടിയാണ്. ഭയങ്കര എക്സ്പെൻസീവ് അല്ല. ഇതിന് ഏകദേശം 1500 1700 ആണ് നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തപ്പോൾ ഉണ്ടായത്. അത്യാവശ്യം ആ ഏരിയയിൽ നീറ്റാണെന്ന് നമ്മളോട് ചുറ്റുമുള്ളവരും പറഞ്ഞതുകൊണ്ടാണ് നമ്മളിത് ബുക്ക് ചെയ്തത്. കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് തൊട്ടടുത്ത് ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് നോൺ വെജും വെജും ഉള്ള റെസ്റ്റോറൻ്റ് ഉണ്ട്. സെയിം ഒരു ഹോട്ടലിൽ തന്നെ നോൺ വെജിൻ്റെ ഏരിയയും വെജിൻ്റെ ഏരിയ ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ഉണ്ട്. നമ്മൾ നൈറ്റ് ഭയങ്കര ലാവിഷായിട്ട് അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് സ്പൈസിയാണ്. അത് അവരോട് എടുക്കുമ്പോൾ തന്നെ പറയുക സ്പൈസി വേണ്ടാന്നുള്ളത്. പിന്നെ നമ്മൾ താമസിച്ച ഹോട്ടലിൻ്റെ പേര് ആര്യാസ് റെസിഡൻസി എന്നാണ്. അപ്പോൾ നമ്മൾ പിറ്റേന്ന് ഇറങ്ങുമ്പോഴത്തേക്കിനും ഞാനത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അന്നത്തെ രാത്രി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് സമാധാനമായിട്ട് നേരത്തെ കിടന്നുറങ്ങി. കാരണം നമുക്ക് പിറ്റേന്ന് രാവിലെ 6 മണിക്ക് ഇഷയിൽ എത്തണം എന്നുള്ള പ്ലാനോടുകൂടിയാണ് കിടന്നത്. പക്ഷേ 1 മണിക്കൂർ ലേറ്റായി. 7 മണിയാവുന്ന രീതിയിലാണ് നമ്മൾ ചെന്നത്, റെഡി ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ പ്ലാൻ വരുന്നത് നമ്മൾ ഇഷയിൽ 3 മണിക്കൂർ 4 മണിക്കൂർ സ്പെൻഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കുറ്റാലം വാട്ടർഫോൾസ് വിസിറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് മരുതിമലയിൽ പോകണം. പക്ഷേ അതിൻ്റെ രണ്ടിൻ്റെയും ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുക. കാരണം ലെങ്ത് കൂടുമെന്ന് ഉള്ളതുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതാണ് നമ്മൾ താമസിച്ച ഹോട്ടൽ ആര്യാസ് റെസിഡൻസി. ഇത് ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഇവിടെ നിന്ന് തന്നെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. നമുക്ക് ഒരു 5 മിനിറ്റ് പോലും വേണ്ട നടന്ന് ചെന്ന് കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ നമുക്ക് നേരെ ഇഷയിലേക്ക് ബസ് കിട്ടും. നമ്മൾ ഓട്ടോ ആയിട്ടാണ് ചൂസ് ചെയ്തത്. കാരണം ലേറ്റ് ആക്കണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് അധികം പ്രൈസും ആവില്ല. ബസ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോയ്ക്കാണെങ്കിൽ നമ്മൾ 150 റുപ്പീസാണ് നമ്മൾ താമസിച്ച ഹോട്ടലിൽ നിന്ന് ഇഷയിലേക്കുള്ള
റേറ്റ് വരിക. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ അവിടുന്ന് അതായത് കോയമ്പത്തൂരിൽ നിന്ന് നേരെ നമ്മുടെ ഇഷ ഇവിടെ വരെ നമ്മൾ കൊടുക്കേണ്ട റേറ്റ് 700 ആട്ടോ റേറ്റ് വരുന്നത്, ഓട്ടോയുടെ ചാർജ് വരുന്നത്. അതേസമയം ബസ്സാണെങ്കിൽ 80 രൂപയെ വരുള്ളൂ. ബസ്സാണെങ്കിൽ നമുക്ക് നല്ലതാണ്, പക്ഷേ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഓട്ടോ എടുത്തത്. എൻട്രൻസിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ കാലഭൈരവ സ്ഥാനമുള്ളത്. അവിടെ കയറി അകത്തേക്ക് മൊബൈൽ അലൗഡ് അല്ല. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ഇതാട്ടോ വരിക. ഞാൻ പറഞ്ഞില്ലേ മലകളായിട്ട് ചുറ്റപ്പെട്ട രാവിലത്തെ വ്യൂ ആണിത്. അപ്പോൾ നമ്മൾ നേരെ അമ്പലത്തിലേക്ക് കടന്നു. അപ്പോൾ പുറത്തുനിന്നുള്ള വീഡിയോ എടുക്കാൻ മാത്രമേ പെർമിഷനുള്ളൂ. ഫോൺ അകത്തേക്ക് കൊണ്ടുപോകാൻ നമുക്ക് പെർമിഷൻ ഇല്ല. അത് നമുക്ക് ടെമ്പിൾ സൈഡുകളിലൊന്നും തന്നെ ഫോൺ അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്തു, ഇവിടുന്ന് നടന്നു പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ നീറ്റ്നെസ് കണ്ടാൽ മനസ്സിലാവും. അതേപോലെ ഇവിടുത്തെ ബാത്റൂമൊക്കെ അടിപൊളിയാണ്. നല്ല വൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ വൃത്തിയാണ് കേട്ടോ. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് വാക്ക് പാലിച്ചിരിക്കുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ വ്യൂ വരുന്നത്. എന്ത് ഭംഗിയല്ലേ രാവിലെ കാണാൻ വേണ്ടിയിട്ട്. അധികം ആളുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ടൈം നിങ്ങൾക്ക് ഞങ്ങൾ പോയതുപോലെ ഈ ടൈം ഇങ്ങനെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ക്ലൈമറ്റിൽ നിങ്ങൾ ടയേർഡ് ആവാതെ, നിങ്ങൾ ഇറിറ്റേറ്റ് ആവാതെ നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ നേരെ വന്ന് എന്ത് ചെയ്തു, ഫുഡ് കഴിക്കാൻ. അവിടെ തന്നെയാണ് നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നത്. ഇവിടെ ജ്യൂസ്, ടീ, കോഫി, സ്നാക്സ്, അതേപോലെ മീൽസ് എല്ലാം അവൈലബിൾ ആണ്. ഭയങ്കര റേറ്റോ കാര്യങ്ങളോ ഇല്ല, നോർമൽ റേറ്റാണ്, നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റാണുള്ളത്. ഇതാണ് അവിടുത്തെ ബോർഡ് വരിക. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും അധികം റേറ്റ് ഇല്ല എന്നുള്ളത്. നമ്മളങ്ങനെ അവിടെ ഓർഡർ ചെയ്തതിന് ശേഷം നമ്മൾ ടിഫിൻ്റെ ഒരു കോംബോ ആണ് എടുത്തിരുന്നത്. അതും ഞാനാട്ടോ എടുത്തത്, ടിഫിൻ കോംബോ എടുത്തു. അപ്പോൾ അത് 2 പേർക്ക് ഈസിയാണ്. അത് 2 പേർക്ക് ലാവിഷായിട്ട് പോകുന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അതെടുത്തത്. 2 കോഫിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കൂടുതലും കോയമ്പത്തൂർ പോകുമ്പോൾ കോഫി ആട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് കാളക്കുട്ടന്മാരെ കെട്ടിയ സ്ഥലത്തേക്ക് വന്നപ്പോൾ അവിടെ ക്ലീൻ ചെയ്യുമായിരുന്നു. നല്ല നീറ്റാക്കി. ഞാൻ പറഞ്ഞല്ലോ വൃത്തിയുടെ കാര്യത്തിലൊന്നും പറയാനില്ല, നല്ല ക്ലീനാണ്. വേസ്റ്റ് ബാസ്ക്കറ്റൊക്കെ മുക്കിനും മൂലയിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് സ്പേസ് ഉണ്ടായിരുന്നു. ചെറിയ മഴ പെയ്യുന്നുണ്ടായിരുന്നു, ചാറ്റമഴയുള്ളത് കേട്ടോ. നല്ല ഒരു ക്ലൈമറ്റും കാര്യങ്ങളും. നമുക്ക് ഇന്നലെ വൈകുന്നേരം വന്നപ്പോഴും ഈ രാവിലെ വന്നപ്പോഴും ആംബിയൻസ് നമുക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല കാറ്റുണ്ട്. അത് വീഡിയോയ്ക്കകത്ത് എത്രത്തോളം കിട്ടുമെന്ന് അറിയില്ല. ഇനി നമ്മൾ നേരെ പോകുന്നത് ആശ്രമത്തിലേക്കാണ്. ആശ്രമത്തിൽ നിന്ന് ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് കാളയുടെ മറ്റേ ഇതില്ലേ, കാളവണ്ടി നമുക്ക് ചൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ നടക്കുക ചെയ്തു. ഫുഡ് കഴിച്ചിട്ടൊന്ന് നടക്കാമെന്ന് വെച്ചിട്ട് നടന്നു വന്നു. ഇതാണ് ആശ്രമത്തിൻ്റെ മെയിൻ എൻട്രൻസ് വരുന്നത്. പക്ഷേ ഇതിനകത്തേക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല. ഫോൺ നമ്മൾ തൊട്ടടുത്തുള്ള കൗണ്ടറിൽ കൊടുക്കുക. ക്യാഷായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കയ്യിൽ വെക്കുക, കാർഡ് ഉണ്ടെങ്കിൽ കയ്യിൽ വെക്കുക. അകത്ത് ഷോപ്പുകളുണ്ട്, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഞങ്ങളിത് 2 കൊണ്ടുവരാത്തതുകൊണ്ട് ഫോൺ ഗൂഗിൾ പേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഫോൺ കൊടുത്തുകൊണ്ട് നമ്മൾ ഒന്നും തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇഷയ്ക്കകത്തും ഉണ്ട് കേട്ടോ ഷോപ്പുകൾ. പക്ഷേ ആശ്രമത്തിനകത്ത് കുറച്ചും കൂടി നല്ല ഡ്രസ്സിൻ്റെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ തിരിച്ച് അതെല്ലാം കണ്ട് ആശ്രമത്തിനകത്ത് കയറി കണ്ടതിന് ശേഷം നമ്മൾ ലഞ്ച് കഴിക്കുമായിരുന്നു. ഞാൻ ഇഡലിയാണ് ഓർഡർ ചെയ്തത്. സ്ട്രീറ്റ് റവയുടെ എന്തോ ഭയങ്കര ഹെവി ആയിട്ട് കഴിക്കണ്ട എന്നുള്ള ഒരു തോട്ട് കൊണ്ട് അങ്ങനെ കഴിച്ചതാണ്. കാരണം ഇനിയും ഇനി നമുക്ക് 2-3 സ്പോട്ടിൽ പോകാനുള്ളത് കൊണ്ട് ടയേർഡ് ആവണ്ടല്ലോ എന്ന് കരുതി. അതിനുശേഷം നമ്മൾ നേരെ എന്ത് ചെയ്തു, ഈ കാളവണ്ടി എടുത്തു. പക്ഷേ എടുത്തു കഴിഞ്ഞിട്ട് ഭയങ്കര റിഗ്രറ്റ് ആയിരുന്നു. വെറുതെ ഇതിനെ കൊണ്ട് വെയിറ്റ് വലിപ്പിക്കണമല്ലോ എന്ന് പറഞ്ഞത്. ഒരു എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ കയറിയതാണ്. പക്ഷേ എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അവരുടെ ജോലിയാണ്, അവർ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ്. അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് റിഗ്രറ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടി. അവിടെ ഒരു ബോർഡ് തൂക്കിയിട്ടുണ്ട്, ഈ നിങ്ങൾ കയറുന്നത് മിതമായിട്ട് അതിന് താങ്ങാൻ പറ്റുന്ന വെയിറ്റ് മാത്രമേ കൊണ്ടുപോകുള്ളൂ, അതേപോലെ അതിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ്, അതിനൊരു എക്സസൈസ് ആണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്കൊരു കുറ്റബോധം തോന്നും. ആശ്രമത്തിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രകുണ്ട്, സൂര്യകുണ്ട്, അത് സ്നാനത്തിനായിട്ടുള്ളതാണ്. അടിപൊളിയായിട്ട് കാണാൻ വേണ്ടിയിട്ട്. ലിംഗഭൈരവി ക്ഷേത്രമുണ്ട്. അവിടെ മാത്രം നമുക്ക് പീരീഡ്സ് ആയ കയറാൻ പറ്റില്ല. ബാക്കി എല്ലായിടത്തും നമുക്ക് പീരീഡ്സ് ആയാൽ പോലും കയറാം. പിന്നീട് ധ്യാനലിംഗ എന്ന് പറയുന്നൊരു സ്ഥലമാണ്. അവിടെ നമുക്കിങ്ങനെ പീസ്ഫുള്ളായിട്ട് 10 മിനിറ്റ് മിണ്ടാതിരുന്ന് ധ്യാനം, അതായത് മിണ്ടാതിരുന്ന് നമുക്കൊന്ന് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റും. അതാട്ടോ ആശ്രമത്തിനുള്ളിൽ വരിക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇഷ യോഗ സെൻറ്ററിലും ഉള്ളത്. ടൈമിങ്ങും കാര്യങ്ങളും എല്ലാം ഇങ്ങനെയാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ എല്ലാം കമൻ്റായിട്ട് ഇടുക. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. കഴിവതും പോകുമ്പോൾ ഒരു 2 ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്